ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ സൺഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനും റസീറിനും കൂടി വൈഷ്ണയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാളും മാത്രമല്ല, അതേ മൈഷേട്ടനും ക്രഷും വരുന്നുണ്ട്, പിന്നെ മൂസി റുക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ട് വൈഷ്ണതയെ നമ്മളെ നോക്കി സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട് കാണാൻ മാത്രമല്ല നമ്മൾ വന്നത്, വേറൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. നമ്മുടെ വൈഷ്ണ സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ക്രഷിൻ്റെ സ്വന്തം മൈഷേട്ടൻ. ആൾ നമ്മളിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഭയങ്കര കത്തിയടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഞാനിരിക്കുന്ന രണ്ടെണ്ണത്തിനെ ഊക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ മൈഷേട്ടൻ. പിന്നെ ദേ ആ പോണതാണ് നമ്മുടെ വൈഷ്ണയുടെ മോൻ അല്ലുട്ടൻ. നല്ല സീനാണ് കേട്ടോ ആൾ. ഇനി വൈഷ്ണവിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ, കാര്യം വയസ്സിന് ഞങ്ങളെക്കാളൊക്കെ മൂത്താണ് വൈഷ്ണ. പക്ഷേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. ലുക്ക് വൈസ് ആയാലും ബുദ്ധിയുടെ കാര്യത്തിലായാലും. വിമൽ, സുജി, രമേഷ് ഇവരും കൂടെ വരേണ്ടതായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായതുകൊണ്ട് പിന്നെ അവർ വന്നില്ല. ബൽക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടപടല മൂഞ്ചിൻ്റെ ഡിഗ്രി ലൈഫ് മനസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ PGക്ക് ജോയിൻ ചെയ്യണത്. കോളേജ് കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഐഡിയയിൽ ജോയിൻ ചെയ്തത്. എല്ലാവർക്കും ഡിഗ്രി ലൈഫാണ് ഫേവറേറ്റ്. ബട്ട് എനിക്ക് ഡിഗ്രി ലൈഫ് ഓർക്കാൻ കൂടി താല്പര്യമില്ലാത്തൊരു ചാപ്റ്ററാണ് കേട്ടോ എൻ്റെ ലൈഫിൽ. എൻ്റെ PG ലൈഫ് കളറാക്കിയത് ദേ ഇരിക്കുന്ന ടീംസാണ് കേട്ടോ. അക്കാഡമിക്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്കിവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ലൈഫ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കുറ്റം പറയാനും പറ്റില്ല. ചില ആൾക്കാരും അവർ തന്ന കുറച്ച് മൊമെൻറ്റ്സും കുറച്ച് വേദനകളാണ് എനിക്ക് ഡിഗ്രി ലൈഫ് ഇഷ്ടക്കേടുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വർഷ, ഐശ്വര്യ, അങ്ങനെ വിരലുണ്ടാകുന്ന കുറച്ച് പേരായിട്ട് മാത്രമേ ഞാനിപ്പോൾ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളങ്ങനെ വീടൊക്കെ നടന്ന് കണ്ടു. ഇൻറ്റീരിയേഴ്സ് ഒക്കെ അടിപൊളിയായി ചെയ്യുന്നുണ്ട് കേട്ടോ. ലിവിംഗ് റൂമും കിച്ചണുമാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായ. 3 ബെഡ്റൂം ആയാലും ഡൈനിങ് ഏരിയ ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. പാടടി എന്നിട്ട് ഓക്കെ നോക്കട്ടെ. SPF എത്ര ഉണ്ട്? വിനഗിർ എന്താടി ഇത്? 800 സംതിങ്ങിനാണ്. ലിബാം ഏതാണ്? 800 സംതിങ് ആണ്. മോളെ റിച്ച് ഗേളാണത്. ലവ് ഷാം അല്ല ഇതിന്. ബാക്കി ഇനിയൊന്നും ഇല്ലേ? എന്തിന്റെ ഇതാണ് ഇവിടെ ഇങ്ങനെ വെളുത്ത് സുന്ദരിയാക്കുന്നത്. രഹസ്യം നാച്ചുറൽ ഓറ. പറയേണ്ട കാര്യം ഒരു എവിടെ ഒന്നുള്ളൂ. ആൾക്കാരൊക്കെ തല്ലിട്ട് മുറി കമ്പിച്ചരിച്ചു പോകും. പിന്നെ 50 റുപ്യണ്ട് തിരിച്ചു പോകാനുള്ള ബസ്സിന്റെ പൈസ. വേറെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നല്ലോ. 20 ബുക്സ്. പിന്നെ ATM കാർഡ് ഉണ്ട്. പിന്നെ ലിപ് ബാം ഉണ്ട്. ലിപ്ബാം അഗൈൻ ആകെ ഒരു ലിപ്പുണ്ട്. 5-6 കട വൃത്തിയാക്കുമ്പോ ബാക്കിയുള്ള കൊടുത്തു കൊടുത്തത് അത്ര ഐലൈനർ. ഇതൊക്കെ നിനക്ക് നടന്നു കൊണ്ടിടക്കണതൊക്കെ ഒരു ദിവസം എഴുതി വന്ന പിന്നെ ഇടയ്ക്കൊക്കെ ഇതില് ഞാൻ ഒരു മോതിരം ഇട്ടിട്ടുണ്ട്. ഇത്രയധികം സാധനങ്ങൾ. അതൊന്ന് ഫാൻസി കടടി. ഇതൊക്കെടി ഇത് എന്തപ്പോ ഫാൻസി കടയാ? എന്താണിത്? പേടിക്കാൻ വേണ്ടിട്ട് സാറോട് ആരെക്കാട്ടുമാര് ഇഷ്ടമാര് ഒക്കെ ഒന്നും ഫുള്ള് ഖബർ. അയ്യോ ഖബർ പോയി. മഹർ പോയി. ഈ ഹെഡ്സെറ്റിന്റെ കല്യാണത്തിന് ഇട്ടതാ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ. അതെ കോളിന് കൈയുടെ കുറച്ച് ക്ലോസ് ആയിട്ടില്ല. Bye friends. Let the vlog ഇവിടെ